പ്രിയമുള്ളവരെ, വീണ്ടും ഒരിക്കൽ കൂടി ഇസ്ലാം ക്രിസ്ത്യൻ സംവാദ മേഖല ചൂട് പിടിക്കുകയാണ്. ശ്രീ രാഹുൽ ഈശ്വറും ബ്രദർ അനിൽകുമാർ അയ്യപ്പനും തമ്മിൽ നടന്ന സംവാദത്തെ തുടർന്നാണ് ഇസ്ലാം ക്രിസ്ത്യൻ സംവാദം വീണ്ടും ചൂട് പിടിക്കുന്നത്. യേശു തന്നെയാണ് ഈസ എന്ന വാദം ഇവിടെ മുഹമ്മദ് ഈസയെ പോലെയുള്ളവരും രാഹുൽ ഈശ്വറുമൊക്കെ മുന്നോട്ട് വെക്കുകയാണ്. അതിനെ ഗണ്ണിച്ചുകൊണ്ട് ബ്രദർ അനിൽകുമാർ അയ്യപ്പനും തൻ്റെ വാദങ്ങൾ നിർത്തുന്നു. അപ്പോൾ ഇത് കേട്ടപ്പോൾ വളരെ രസകരമായ ചില വസ്തുതകൾ കേൾക്കാൻ താല്പര്യമുള്ളവരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഇത്തരമൊരു വീഡിയോയ്ക്ക് വീണ്ടും നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. ആദ്യം ഒന്ന് രണ്ട് വാദങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ഇന്ന് വരെ വന്നിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥയിൽ ഇസ്ലാം ക്രൈസ്തവ വിഷയങ്ങളിൽ ക്രിസ്ത്യാനികളുമായി സംവാദം നടത്താൻ മുസ്ലിം പണ്ഡിതന്മാർ പോലും വരാൻ ധൈര്യപ്പെടാതിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇദ്ദേഹം അതിന് തയ്യാറായത് വളരെ നല്ലൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിന് നന്ദി പറയുന്നത്. അനിലിന്റെ ഈ സ്റ്റേറ്റ്മെന്റ് കേട്ടപ്പോൾ രാഹുൽ ഈശ്വർ തന്നെ ഒന്ന് ആശയക്കുഴപ്പത്തിലായി. കാരണം ഇനി മുസ്ലിങ്ങൾ ഇനി ആരെങ്കിലും ഇനിയിപ്പോൾ ഇതിന് എതിര് പറയുന്നുണ്ടോ? കാരണം ഇവർ വളരെ കഷ്ടപ്പെട്ട് വീട്ടിലെത്തി 20 വർഷമായിട്ട് മുസ്ലിങ്ങളാരും ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്താൻ ധൈര്യപ്പെട്ടിട്ടില്ല. സംവാദത്തിന് വെല്ലുവിളിച്ചിട്ട് അവർ മുങ്ങി നടക്കുകയാണ്, ധൈര്യമില്ല, അവർ കണ്ടം വഴി ഓടുകയാണ്, തുടങ്ങിയിട്ടുള്ള വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ രാഹുൽ ഈശ്വർ വിചാരിച്ചു ഇനി ശരിയായിരിക്കുമോ? ഒരു സംശയം. ഏതായാലും ശരി, രാഹുൽ ഈശ്വറിന്റെ ഈ സംവാദങ്ങളൊന്നും അദ്ദേഹത്തിന്റെ വിഷയമുള്ള കാര്യമല്ല. കാരണം ഡെയിലി അദ്ദേഹം ഒരു 3-4 സംവാദങ്ങളെങ്കിലും പങ്കെടുക്കുന്ന ആളാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ ഞാൻ സംവദിക്കാൻ തയ്യാറാണ്. കാരണം ബൈബിളിലെ യേശുവും ഖുർആനിലെ ഈസയും എന്ന് പറയുന്നത് ചരിത്രത്തിലെ ഒരു വ്യക്തിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. എന്നാൽ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് തിയോളജിക്കൽ ഡിസ്പ്യൂട്ട് ഉണ്ടാവും, നിങ്ങളുടെ നറേഷൻസിൽ വ്യത്യാസം ഉണ്ടാവും, നിങ്ങളുടെ വ്യാഖ്യാനങ്ങൾ വ്യത്യാസമുണ്ടാവും, അതേപോലെ തന്നെ നിങ്ങളുടെ ടെക്സ്റ്റുകളിൽ വ്യത്യാസമുണ്ടാവും. പക്ഷേ ഇതെല്ലാം പറയുന്നത് ഒരാളെക്കുറിച്ച് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. അത് ഞാൻ സംവാദത്തിൽ തെളിയിക്കാം എന്ന് അദ്ദേഹം പറയുകയും അങ്ങനെയാണ് ഈ സംവാദം രൂപപ്പെടുകയും ചെയ്യുന്നത്. അങ്ങനെ ഈ സംവാദം നടക്കുന്നതിന് ഒരു 4-5 ദിവസങ്ങൾക്ക് മുമ്പ് രാഹുൽ ഈശ്വർ എന്നെ കോൺടാക്ട് ചെയ്യും. ഇങ്ങനെ ഒരു സംവാദത്തിലേക്ക് ഞാൻ പോവുകയാണ്, ഇതിനകത്ത് ഈസാജിയുടെ ഒരു പെർസ്പെക്റ്റീവ് എങ്ങനെയാണ്, ഞാൻ മനസ്സിലാക്കുന്നത് പോലെ തന്നെയാണോ നിങ്ങൾ മനസ്സിലാക്കുന്നത് എന്ന് എന്നോട് ചോദിക്കുകയും ഞാൻ പറഞ്ഞു താങ്കൾ പറയുന്നത് ഞങ്ങൾ പറയുന്നതും ക്രൈസ്തവ നേതൃത്വം പറയുന്നതും എല്ലാം ഈ വിഷയത്തിൽ ഒന്ന് തന്നെയാണ്. ബൈബിളിലെ യേശുവും ഖുർആനിലെ ഈസയും ചരിത്രത്തിലെ ഒരാളെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്, അല്ലാതെ 2 വ്യക്തികളല്ല. താങ്കളുടെ ആ സ്റ്റാൻഡ് ശരി തന്നെയാണ്. അതിന് ഉപോത്ബലകമായിട്ട് ഞാൻ 2ാം വത്തിക്കാൻ കൗൺസിലിൻ്റെ നോസ്ട്രേറ്റേറ്റും അതേപോലെ ജെറുസലേം പാത്രിയർക്കീസിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നതും അടക്കമുള്ള കാര്യങ്ങൾ ഞാൻ അദ്ദേഹത്തിന് ഷെയർ ചെയ്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് ഞാൻ ഓൾറെഡി വായിച്ചു, ഇങ്ങനെ വത്തിക്കാൻ കൗൺസിലൊക്കെ വളരെ കൃത്യമായിട്ട് പോപ്പ് തന്നെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്, പിന്നെ എന്തുകൊണ്ടായിരിക്കും ഇവരിങ്ങനെ പറയുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് യഥാർത്ഥത്തിൽ ക്രൈസ്തവർക്ക് അറിയാത്ത കാര്യമല്ല. ഏറ്റവും അവസാനം അദ്ദേഹം കൺക്ലൂഡ് ചെയ്യുന്ന ഭാഗം ഒന്ന് കേൾക്കാം. അപ്പോൾ എന്റെ കൺക്ലൂഷനിലേക്ക് വരുമ്പോൾ, അവസാന മിനിസ്ട്രിയിലേക്ക് വരുമ്പോൾ, വളരെ നിഷ്പക്ഷമായി പരിശുദ്ധ ബൈബിളും ഖുറാനും പഠിക്കുകയാണെങ്കിൽ യാതൊരു സംശയത്തിനിടയില്ലാത്ത വിധം നമുക്ക് വ്യക്തമാകുന്ന കാര്യങ്ങളാണ്. പരിശുദ്ധ ബൈബിളിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന അതേ യേശുക്രിസ്തുവാണ് പരിശുദ്ധ ഖുറാനിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന ഈസ. പേരുകളിൽ വ്യത്യാസം ഉണ്ടാകാം, കാര്യം ഭാഷകൾ വ്യത്യാസമാണ്. ജീസസ് എന്നല്ലായിരുന്നല്ലോ അദ്ദേഹത്തിന്റെ വീട്ടിൽ വിളിച്ചെന്ന പേര്, നമ്മൾ ഇന്ന് ജീസസ് എന്നാണ് കോമൺലി വേൾഡ് മുഴുവൻ യൂസ് ചെയ്യുന്നത്. പേരുകളിൽ വ്യത്യാസം ഉണ്ടാകാം, റെപ്രസെന്റേഷനിൽ വ്യത്യാസം ഉണ്ടാകാം, ചിത്രീകരണത്തിൽ വ്യത്യാസം ഉണ്ടാകാം, വ്യാഖ്യാനങ്ങളിൽ വ്യത്യാസം ഉണ്ടാകാം. പക്ഷെ ആ വ്യത്യാസം ഉണ്ടാകുന്നത് തന്നെ ഇത് ഒരേ ചരിത്ര പുരുഷനെ കുറിച്ചാണെന്നും ഒരേ വ്യക്തിയെ കുറിച്ചാണെന്നും ഒരേ ചരിത്ര സംഭവത്തെ കുറിച്ചാണെന്നും ഉള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ആ തെളിവിന് ഉപോത്ബലകമായി ഞാൻ അവിടെ അവതരിപ്പിച്ചത് പോപ്പിന്റെ അല്ലെങ്കിൽ കത്തോലിക്ക സഭയുടെ അല്ലെങ്കിൽ ആംഗ്ലിക്കൻ സഭയുടെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ ഓക്സ്ഫോർഡിന്റെ ഏലിന്റെ അടക്കമുള്ള പഠനങ്ങളും റിസർച്ചുമാണ്. ഇതിനോട് അനിലയ്യപ്പൻ നടത്തുന്ന പ്രതികരണവും അദ്ദേഹം പറഞ്ഞ ഏറ്റവും ശക്തമായ നിലപാട് പേരെടുത്ത് പറയാതെ ഭംഗ്യന്തരാണ് അവതരിപ്പിച്ചത്. പോപ്പ് ശപിക്കപ്പെട്ടവനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഡിബേറ്റിന് സ്പേസ് ഉണ്ടാവില്ല. അതായത് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ ക്രിസ്ത്യൻ സഭയുടെ ആള് പോപ്പ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ലോകത്തിലെ ഏറ്റവും ആരാധന, ഞാൻ ഏറ്റവും പോപ്പിനെ ഫോളോ ചെയ്യുന്ന വ്യക്തിയാണ്. കൃത്യമായി പോപ്പിനെ കുറിച്ച് വീഡിയോ ചെയ്യുകയും ഫോളോ ചെയ്യുന്ന വ്യക്തി, എല്ലാ പോപ്പുമാരെയും വളരെ ആദരവോടെ കണ്ടിട്ടുള്ളതാണ്. ആ പോപ്പ് യഥാർത്ഥത്തിൽ തങ്ങൾ പറയുന്ന വ്യാഖ്യാനത്തോടോ നമ്മൾ മുമ്പോട്ട് വെക്കുന്ന വ്യാഖ്യാനത്തോടോ യോജിക്കാത്തതുകൊണ്ട് ശപിക്കപ്പെട്ടവനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഇതാണ് വളരെ രസകരമായ ആർഗ്യുമെന്റ്സ്. ഇവിടെ ശ്രീ രാഹുൽ ഈശ്വർ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്, തെറ്റിദ്ധരിച്ച ഒരു വ്യക്തിയാണ്. മാർപ്പാപ്പ എന്ത് എപ്പോൾ എവിടെ പറഞ്ഞുവെന്നും വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖ എന്തുകൊണ്ട് എപ്പോൾ എങ്ങനെ പറഞ്ഞുവെന്നും മനസ്സിലാക്കാതെയാണ് ശ്രീ രാഹുൽ ഈശ്വർ ബ്രദർ അനിൽകുമാർ അയ്യപ്പനുമായിട്ടുള്ള സംവാദത്തിലേക്ക് മാർപ്പാപ്പയെ വലിച്ചിഴയ്ക്കുന്നത്. ഇത് തികച്ചും തെറ്റായ നടപടിയാണ്. സ്വാതന്ത്ര്യം അങ്ങേക്കുണ്ട്. മാർപ്പാപ്പ വന്ന് പ്രശ്നമുണ്ടാക്കുകയോ കത്തോലിക്കരാരും പ്രശ്നമുണ്ടാക്കുകയോ ചെയ്യില്ല. പിന്നെ രണ്ടാമത് ഞാനൊരു കാര്യം വളരെ വ്യക്തമായി പറയട്ടെ.
ഞാൻ കത്തോലിക്ക സഭയുടെയോ ഒരു സഭയുടെയോ ഔദ്യോഗികമോ അനൗദ്യോഗികമായ വക്താവല്ല. ഇതെൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ഇത് പറയുന്നത്. ഇതിലൊരു സഭയ്ക്കും പങ്കില്ല. കാരണം നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ കണ്ട ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ അതിനോട് നടത്തുന്ന പ്രതികരണമാണ്. അപ്പോൾ മാർപ്പാപ്പയെ ഇത്തരം കാര്യങ്ങളിലേക്ക് വലിച്ചഴിച്ച ശ്രീ രാഹുലീശ്വരാണ് യഥാർത്ഥത്തിൽ കുറ്റം ചെയ്തിരിക്കുന്നത്. കാരണം യേശുവും ഈസായും ഒരാൾ തന്നെയാണ് എന്ന് മാർപ്പാപ്പ അസന്നിഗ്ധമായി സുവ്യക്തമായി പഠിപ്പിച്ചു എന്നാണ് ശ്രീ രാഹുലീശ്വർ പറയുന്നത്. അങ്ങനെ ഒരു അടിസ്ഥാന പ്രബോധന രേഖ എവിടെയുമില്ല. ഇത് രാഹുലീശ്വർ കാര്യങ്ങൾ മനസ്സിലാക്കാതെ പറഞ്ഞിരിക്കുന്നു. ഏറ്റവും നേർക്കുനേറുള്ള ഭാഷയിൽ പറഞ്ഞാൽ, പ്രിയ സഹോദര രാഹുലീശ്വർ, ഇത് കള്ളത്തരമാണ്. പക്ഷെ താങ്കൾ തെറ്റിദ്ധരിച്ചതാണ്. കാരണം യേശുവിനെ ഈസായായി അവർ മനസ്സിലാക്കുകയും അങ്ങനെ ചരിത്രപുരുഷനായിരിക്കുന്ന യേശു ക്രിസ്തുവിനെക്കുറിച്ച് തന്നെയാണ് അവർ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നും ആണ് പറയുന്നത്. യേശുവിനെക്കുറിച്ച് ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന ഈസ എന്ന് പറയുന്നത് ആണ് യേശുവിനെക്കുറിച്ചുള്ള സത്യമെന്ന് മാർപ്പാപ്പ ഒരിടത്തും പറഞ്ഞിട്ടില്ല. ദയവ് ചെയ്ത് അങ്ങ് മാർപ്പാപ്പയുടെ പേര് ഇതിലേക്ക് വലിച്ചിഴക്കരുത്, ഞാനും ചെയ്യരുത്. തെറ്റാണ്. കാരണം യേശുവിനെ സംബന്ധിച്ച കാര്യങ്ങളിൽ പരിപൂർണത ബൈബിളാണ് എന്ന് മാത്രമാണ് മാർപ്പാപ്പയും ക്രൈസ്തവ സഭകളും പഠിപ്പിക്കുന്നത്. അതിലൊരു സഭയും വെള്ളം ചേർക്കാറില്ല. അതേസമയം യേശുവിനെ വിപ്ലവകാരിയായി കാണുവാനും സാമൂഹ്യ പരിഷ്കർത്താവായി കാണുവാനും പ്രവാചകനായി മാത്രം കാണുവാനും മറ്റുള്ളവർക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്നാണ് സഭ പറയുന്നത്. ശ്രീ രാഹുലീശ്വർ അങ്ങ് തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു, സമൂഹത്തെയും അങ്ങ് തെറ്റിദ്ധരിപ്പിക്കുന്നു. ഇത് അങ്ങ് അടിയന്തരമായി തിരുത്തണം. ഇനി വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖയെക്കുറിച്ച് പറയുമ്പോൾ അതൊരു പെരുമാറ്റച്ചട്ടം കൂടിയാണ്. ഇത്രയും വലിയ മഹത് പ്രസ്ഥാനമായിരിക്കുന്ന സഭ തൻ്റെ വിശ്വാസികൾക്കും സഭയിലെ ഹൈറാർക്കിക്കൽ ഓർഡർ ഉള്ളവർക്കും കൊടുക്കുന്ന പെരുമാറ്റച്ചട്ടപരമായ ചില നിർദ്ദേശങ്ങളാണ്. മറ്റൊന്ന്, മാർപ്പാപ്പമാർ യാത്രാവേളകളിലോ പബ്ലിക് പ്ലേസസ് പൊതു ഇടങ്ങളിലോ സാമൂഹ്യ രാഷ്ട്രീയ പശ്ചാത്തലങ്ങളിലോ മറ്റുള്ളവർ ചോദിക്കുമ്പോൾ കൊടുക്കുന്ന മറുപടികളെ ഇത്തരം സംവാദങ്ങളിലേക്ക് വലിച്ചിഴക്കരുത്. അതും തെറ്റായ നടപടിയാണ്. ഇനി വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖയായിക്കൊള്ളട്ടെ, CCC ആയിക്കൊള്ളട്ടെ, അത് ആര് എപ്പോൾ എവിടെ ഉപയോഗിക്കണമെന്ന് സഭ പറഞ്ഞിട്ടുണ്ട്. അതൊരു വ്യക്തിക്കടുത്ത് സോഷ്യൽ മീഡിയയിൽ സ്വാതന്ത്ര്യം പോലെ ഉപയോഗിക്കാനുള്ളതല്ല. അത് ആർക്കാണ് വ്യാഖ്യാനിക്കാൻ അവകാശവും അധികാരമുള്ളതെന്നും ആരാണ് അതിൻ്റെ പ്രബോധകരും വ്യാഖ്യാതാക്കളുമെന്ന് വളരെ വ്യക്തമായി സഭ നിഷ്കർഷിക്കുന്നുണ്ട്. അത് വിവിധ സഭകൾ വിവിധ പ്രമാണരേഖകളെയും അങ്ങനെ തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് അതിന് പൊതു ഉപയോഗത്തിന് വിലക്കില്ല എന്നോർത്തുകൊണ്ട് അതെടുത്തുകൊണ്ട് വിവാദങ്ങളിലേക്ക് മാർപ്പാപ്പമാരെ വലിച്ചിഴക്കരുത്. തെറ്റായ നടപടിയാണ്. അടിയന്തരമായി അങ്ങ് തിരുത്തും. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഗാസയിലെ ജനങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഇസ്രായേലിൽ കടന്ന സ്ത്രീകളെയും കുട്ടികളെയും അമ്മമാരെയും ഒക്കെ പൈശാചികവും ക്രൂരവുമായി പീഡിപ്പിച്ച ഹമാസിനെ ഇസ്രായേൽ സൈന്യം തിരിച്ചടിക്കുമ്പോൾ ഹമാസിൻ്റെയും ഇസ്രായേൽ സൈന്യത്തിൻ്റെയും ഇടയ്ക്ക് പെടുന്ന നിഷ്കളങ്കരായ ചില മനുഷ്യരുണ്ട്. അവരെയാണ് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ ഹമാസിനെ അല്ല. നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ സഭയിലെ യഥാസ്ഥിതികരും പുരോഗമനവാദികളെയും സൂചിപ്പിച്ചുകൊണ്ട് പുരോഗമനവാദികളെ സഭ ശാസിച്ചുവെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പേരിൽ ഏതാനും 2 വർഷങ്ങൾക്ക് മുമ്പ് ലോകം മുഴുവൻ വലിയ പ്രചാരണമുണ്ടായി. ഞാനതിൻ്റെ സത്യസ്ഥിതി നിജസ്ഥിതിയൊന്ന് മാധ്യമങ്ങളിൽ, പ്രത്യേകിച്ച് ഇൻ്റർനാഷണൽ മാധ്യമങ്ങളിൽ സെർച്ച് ചെയ്ത് പോയപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ യഥാർത്ഥത്തിൽ പറഞ്ഞത് പുരോഗമനവാദികളും യാഥാസ്ഥിതികവാദികളും തമ്മിലുള്ള അകലം കുറയ്ക്കണം എന്നാണ് പറഞ്ഞത്. പക്ഷേ മാധ്യമങ്ങൾ അതിനെ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്തത്? പുരോഗമനവാദികളെ മാർപ്പാപ്പ കണ്ടം വഴി ഓടിച്ചു എന്നാണ്. ഇതാണ് സംഭവിക്കുന്നത്. 99% മാധ്യമങ്ങളും മാർപ്പാപ്പമാരുടെ പ്രസ്താവനകളെ അവർക്കിഷ്ടമുള്ളതുപോലെയാണ് വ്യാഖ്യാനിക്കുന്നത്. മറുവശത്ത് വ്യാഖ്യാനിക്കാൻ ആളില്ലതാനും. ഇനി മറ്റൊന്നും പറയാം, ചാക്രിക ലേഖനങ്ങളും അപ്പസ്തോലിക എക്സോട്ടേഷൻസുമാണ് സഭയുടെ ഔദ്യോഗികമായി വിശ്വാസികളോട് നൽകുന്ന പ്രബോധനങ്ങൾ. താഴെത്തട്ടിലേക്ക് വന്നാൽ, മെത്രാന്മാരിലേക്ക് വന്നു കഴിഞ്ഞാലോ ഇടയലേഖനങ്ങളാണ്. അത് ആധികാരികമാണ്. അവിടെ വളരെ കൃത്യമായിട്ടും വിശ്വാസി സംബന്ധിച്ച് കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങൾ ഇവിടെ ആരും ചർച്ച ചെയ്തില്ല. ഒരു വിശ്വാസി എന്തിന് പള്ളിയിൽ പോകണം, എങ്ങനെ പള്ളിയിൽ പോകണം, കുർബാന കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഒരു കുർബാന ചൊല്ലുന്ന പുരോഹിതനും കുർബാനയിൽ പങ്കെടുക്കുന്ന വിശ്വാസികളും എന്തിനു വേണ്ടിയാണ് കുർബാനയിൽ പങ്കെടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ആധികാരികമായി സഭ പഠിപ്പിക്കുന്നുണ്ട്.
പക്ഷേ ഇവിടെ വിശ്വാസികൾക്ക് പകർന്നു കൊടുക്കുന്ന കുർബാനയെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടുകൾ നോക്കിക്കേ, അതാരും തന്നെ പറയുന്നില്ല. യൂട്യൂബിൽ എന്തുമാത്രം വീഡിയോകൾ അപ്ലോഡ് ചെയ്യപ്പെടുന്നു. ധ്യാനഗുരുക്കന്മാരും വചനപ്രഘോഷകരും ചാക്രിക ലേഖനങ്ങളിൽ അധിഷ്ഠിതമായി എന്താണ് ക്രിസ്തു വിശ്വാസം, എന്താണ് കുർബാന, എന്താണ് ബലിജീവിതം എന്നുള്ളതൊന്നും വ്യാഖ്യാനിക്കപ്പെടുന്നില്ല. അപ്പം അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ കൃത്യമായി പഠിക്കാതെയാണ് എൻ്റെ പ്രിയ സഹോദരൻ പറയുന്നത്. ഇനി ഇവിടെ വാദത്തിലേക്ക് വരാം. ഇനി ശ്രീ രാഹുൽ ഈശ്വരനും മുഹമ്മദ് ഈസയെ പോലെ ചിന്തിക്കുന്നവരോട് പറയുവാൻ, ഇപ്പം നിങ്ങൾ പറയുന്നു ചരിത്രത്തിലെ ഒരേ പുരുഷനെക്കുറിച്ച് ഒരേ വ്യക്തിയെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് എന്ന്. അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണെന്നേ. ഗാന്ധിജിയെ ഗോഡ്സെ വെടിവെച്ചപ്പോൾ ഈശ്വരൻ ഗാന്ധിജിയെ സ്വർഗത്തിലേക്ക് ഉയർത്തി എന്ന് വിശ്വസിക്കുവാനും അങ്ങനെ എഴുതുവാനും മറ്റുള്ളവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ നിയമത്തിനുള്ളിൽ നിന്നാൽ മതി. അപ്പോൾ യേശു ക്രിസ്തുവിനെക്കുറിച്ച് വ്യത്യസ്തമായ കാര്യങ്ങൾ കാണുവാനും തിരസ്കരിക്കുവാനും ക്രിസ്തു തന്നെ തന്നെ നിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. സൃഷ്ടാവായ ദൈവം തന്നെ നിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യത്തോടു കൂടി ഫ്രീ വിൽ ആൻഡ് ഫ്രീഡം, സ്വതന്ത്ര ഇച്ഛയും സ്വാതന്ത്ര്യവും, ഈ രണ്ട് കാര്യങ്ങളോടുകൂടിയാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് മനുഷ്യൻ സവിശേഷമായൊരു ജീവിയായിരിക്കുന്നത്. ഫ്രീ വിൽ ആൻഡ് ഫ്രീഡം, സ്വതന്ത്ര ഇച്ഛയും സ്വാതന്ത്ര്യവും. ക്രിസ്തുവിനെ അറിയുന്ന ഏതൊരു വ്യക്തിയും മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെയും സ്വതന്ത്ര ഇച്ഛയെയും മാനിക്കും. സഭയും അതുതന്നെയാണ് ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം യേശുവിനെക്കുറിച്ചുള്ള വിവരണം, ഖുറാനിലെ ഈസായുടെ വിവരണം പൂർണ്ണതയാണെന്നോ സത്യമാണെന്നോ അല്ല സഭ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തിയെക്കുറിച്ചാണെങ്കിലും ഒരെണ്ണമേ സത്യമാകുന്നുള്ളൂ. ഗാന്ധിജിയെ ഗോഡ്സെ വെടിവെച്ചപ്പോൾ ഈശ്വരൻ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയാൽ, ഒരു ചരിത്രം എഴുതപ്പെട്ടാൽ ഇന്ത്യക്കാർ സമ്മതിക്കുമോ? അപ്പം അങ്ങനെ ഒരു എഴുതാനുള്ള സ്വാതന്ത്ര്യത്തെ മാനിക്കും ബോധമുള്ളവർ. പക്ഷേ അത് സത്യമാണെന്ന് വരുന്നില്ല. സത്യം ഒന്നേ ഉള്ളൂ, ഗാന്ധിജി കൊല്ലപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. അപ്പം യേശുവിനെക്കുറിച്ചുള്ള സത്യം ഏതാണ്? ഖുറാനാണോ ബൈബിളാണോ? സത്യം ഒന്നേ ഉള്ളൂ. 800 വർഷങ്ങൾക്ക് ശേഷമാണ് ഖുറാൻ ഇത് എഴുതുന്നത്. അപ്പോൾ ഖുറാൻ ഒരിക്കലും ആധികാരികമായ യേശുവിനെ സംബന്ധിച്ച ആധികാരിക പ്രമാണരേഖയുടെ 7 അയലോക്കത്ത് നിൽക്കാൻ, ഒരു സപ്പോർട്ടിംഗ് എവിഡൻസ് ആയിട്ട് പോലും നിൽക്കുവാൻ ഖുറാൻ സാധ്യമല്ല. എങ്ങനെ സാധിക്കും? 800 വർഷങ്ങൾക്ക് ശേഷമാണ്. ഇപ്പോൾ ഗാന്ധിജി കൊല്ലപ്പെട്ട് 70 വർഷങ്ങൾക്ക് ശേഷം ഒരാൾ വന്നിട്ട് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയാണെന്ന് പറഞ്ഞാൽ അതെങ്ങനെ ആധികാരികമാകും? അതുതന്നെ ഇവിടെ സംഭവിക്കുക. അപ്പോൾ ഏതാണ് ആധികാരികം, ഏതാണ് ഒതൻറ്റിക്, ഏതാണ് ഒറിജിനൽ എന്നുള്ളതാണ് ചോദ്യം. അതിന് മറുപടി പറയണമെങ്കിൽ ആർജവത്വം വേണം. കപട മതേതരവാദികൾക്ക് അത് സാധിക്കുകയില്ല. സുഖപ്പീര് പ്രസംഗകർക്ക് അത് സാധിക്കുകയില്ല. സത്യം വില കൊടുക്കേണ്ടി വരും. സത്യത്തിന് വേണ്ടി നിന്ന് കഴിഞ്ഞാൽ വില കൊടുക്കേണ്ടി വരും. ഒറിജിനൽ നോട്ട് ഒന്നേ ഉണ്ടാവുകയുള്ളൂ. ഒരു ചരിത്ര പുരുഷനെ സംബന്ധിച്ച്, ഒരു ചരിത്ര വ്യക്തിയെ സംബന്ധിച്ച്, ഒരു ചരിത്രത്തിലെ വ്യക്തിക്ക്, ഒരു ചരിത്ര പുരുഷന് വിപരീത ധ്രുവങ്ങളിലുള്ള 2 സ്വഭാവമുള്ള ഒരു ചരിത്ര പുരുഷനും ഒരു ചരിത്ര വ്യക്തിയും ഉണ്ടാവില്ല. അത് ശ്രീ രാഹുൽ ഈശ്വർ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഖുറാനിലെ ഈസായെ സംബന്ധിച്ചുള്ള വ്യാഖ്യാനം വ്യാജമാണ്, അപൂർണമാണ് എന്ന് പറയുന്നത്. അതാണ് ഇവിടുത്തെ വാദം. അപൂർണമാണ്. ഇനി അങ്ങനെ വിശ്വസിക്കാനുണ്ട്. ഈ വ്യാജമാണെന്ന് പറയാൻ കാരണം എന്താണെന്നറിയാമോ? ബൈബിളിലെ യേശു തെറ്റാണെന്ന് പറയുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇത് വ്യാജമാണ്. അല്ലെങ്കിൽ ഞങ്ങൾക്കിങ്ങനെ പ്രവാചകനായ ഈശായുണ്ട്, ബൈബിളിൽ നിങ്ങൾ അങ്ങനെ വിശ്വസിച്ചുകൊള്ളൂ എന്നല്ല പറയുന്നത്. ഖുറാൻ 9:30 യേശുവിനെ ദൈവമായി കാണുന്നവരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത് വ്യാജമാണ്. കാരണം 800 വർഷക്കാലം ക്രിസ്ത്യാനികൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നിടം വരെ ഇതൊന്നും അറിയാതിരുന്ന ഒരുവൻ 800 വർഷങ്ങൾക്ക് ശേഷം പറയുകയാണ് ക്രിസ്തുവിനെ ദൈവമായി കണ്ടവരെ ഞാൻ ശപിച്ചിരിക്കുന്നുവെന്ന്. അത്തരം ഒരു ഗ്രന്ഥത്തിന് എന്ത് ആധികാരികതയാണ് ഇരിക്കുന്നതെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഈ ഗ്രന്ഥത്തിൻ്റെയും മതത്തിൻ്റെയും ആധികാരികത തന്നെയാണ് ഈശാ ചോദ്യം ചെയ്യുന്നത്. അപ്പോൾ യേശു ക്രിസ്തുവും ഈസായും ഒന്നാണെന്ന് പറയുന്നവർ പിന്നെ സ്വയം ഖുറാൻ്റെ ആധികാരികതയെ നിഷേധിക്കുകയാണ്. ഖുറാൻ്റെ ആധികാരികത നിഷേധിക്കുകയാണ്. അറിയാം, യേശു ക്രിസ്തുവും ഈസായും ഒന്നാണെങ്കിൽ പിന്നെ ഖുറാൻ്റെ എന്ത് പ്രസക്തി ഇരിക്കുന്നു? പിന്നെ എന്തിനാണ് ഇസ്ലാം എന്ന് പറയുന്ന പൊളിറ്റിക്കൽ റിലീജിയൻ്റെ ആവശ്യം എന്താണ്? പിന്നെ വരുന്നില്ല. കാരണം പ്രമാണങ്ങളിലൂടെ, കൽപ്പനകളിലൂടെ എപ്രകാരമാണ് മനുഷ്യൻ രക്ഷയിലേക്ക് പോകേണ്ടത് എന്ന് മോശയിലൂടെ പ്രമാണത്തിൻ്റെ അടിത്തറ മോശയിലുണ്ട്. പ്രമാണങ്ങളുടെ പൂർത്തീകരണമാകുന്ന സ്നേഹപ്രമാണം ക്രിസ്തുവിലുമുണ്ട്. പിന്നെ എന്താണ് ഇസ്ലാമിന് എന്ത് പ്രസക്തിയിരിക്കുന്നു? വാട്ട് ഈസ് ന്യൂ ഇൻ ഇസ്ലാം എന്നുള്ള ചോദ്യം വരികയാണ്.
ഇതൊക്കെ ശ്രീ രാഹുൽ ഈശ്വർ മനസ്സിലാക്കുന്നതിലേറെ വളരെയേറെ ഗൗരവമുള്ള വിഷയമാണ് എൻ്റെ പ്രിയ സഹോദര ശ്രീ രാഹുൽ ഈശ്വർ. അങ്ങ് കരുതുന്നത് പോലെ ഇത് പിള്ളാരുകളിയല്ല അത്. അപ്പം യേശുവിനെ ഈസ ആക്കി മാറ്റിയാൽ മാത്രമേ അള്ളാഹുവിൻ്റെ പ്രവാചകനായ മുഹമ്മദിന് സ്പേസ് ഉള്ളൂ. അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രവാചകനായ മുഹമ്മദിന് സ്പേസ് ഇല്ല. അപ്പോൾ ഇസ്ലാമിക പണ്ഡിതർ പറയുന്നു, ഇസ്ലാമിക നേതാക്കൾ അവകാശപ്പെടുന്നു, ഞങ്ങളാണ് ഈസായുടെ യഥാർത്ഥ അനുയായികൾ എന്ന് പറയുകയാണ്. അങ്ങനെ ഈസായുടെ അനുയായികൾ പിന്നെ എന്തിനാ മുഹമ്മദിൻ്റെ അനുയായികളാകണം, മുഹമ്മദീയരാകണം? അതിൻ്റെ ആവശ്യമില്ലല്ലോ. തൗറാത്തും ഇഞ്ചിയിലും സത്യപ്രകാശവും ഞാൻ ഈസായ്ക്ക് നൽകിയിരിക്കുന്നുവെന്ന് അള്ളാഹു 3-ാം അധ്യായത്തിലും 5-ാം അധ്യായത്തിലും ഖുറാനിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ഇത്തരമൊരു വാദത്തിന് യാതൊരു പ്രസക്തിയുമില്ല, അള്ളാഹുവിൻ്റെ പ്രവാചകനായ മുഹമ്മദിന് യാതൊരു പ്രസക്തിയുമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം വളരെ ഗൗരവമേറിയൊരു വിഷയമാണ് എൻ്റെ പ്രിയ സഹോദര. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദര, യേശുവും ഈസായും ഒന്നാണോ എന്ന് പറയേണ്ടത് ശ്രീ രാഹുൽ ഈശ്വറോ മുഹമ്മദ് ഈസയോ MM ജെറാൾഡോ ഒന്നും അല്ല. അത് പറയേണ്ടത് ഖുറാനും ബൈബിളുമാണ്. ഇനി ഒരിക്കൽ കൂടി മാർപ്പാപ്പമാരുടെ വിഷയം കൊണ്ടുവന്നു കഴിഞ്ഞാൽ എല്ലാ മനുഷ്യരിലും നന്മയുണ്ടെന്നാണ് സഭ പഠിപ്പിക്കുന്നത്. അതിൻ്റെ അർത്ഥം എല്ലാ മനുഷ്യരും നന്മയുടെ പൂർണ്ണരാണെന്നല്ല. ഒന്ന് ശ്രദ്ധിക്കണേ, എല്ലാ മനുഷ്യരിലും നന്മയുണ്ട്. ബിൻ ലാദനിൽ നന്മയുണ്ടോ എന്ന്, ദാവൂദ് ഇബ്രാഹിമിൽ നന്മയുണ്ടോ എന്ന് ശ്രീ രാഹുൽ ഈശ്വർ പോയി മാർപ്പാപ്പയോട് ചോദിച്ചു നോക്കിക്കേ. മാർപ്പാപ്പ എന്ത് ഉത്തരമാണ് പറയുക? സ്വാഭാവികമായും ഒരു മനുഷ്യനായതുകൊണ്ട് അദ്ദേഹത്തിലും ചില നന്മകളുണ്ട് എന്ന് പറയും. അതിൻ്റെ അർത്ഥം ബിൻ ലാദനെയും ദാവൂദ് ഇബ്രാഹിമിനെയും മാർപ്പാപ്പ അംഗീകരിച്ചെന്നല്ല. തെറ്റിദ്ധരിപ്പിക്കരുത്, മോശമാണ്, വളരെ വളരെ മോശമാണ് പ്രിയ സഹോദര ശ്രീ രാഹുൽ ഈശ്വർ. എന്നിട്ട് ബ്രദർ അനിൽകുമാർ അയ്യപ്പൻ മാർപ്പാപ്പയെ ശപിച്ചു എന്ന് പറയുകയാണ്. വളരെ മോശമായ വക്രബുദ്ധിയാണിത്. എല്ലാവരിലും നന്മയുണ്ട്, എല്ലാ മതങ്ങളിലും നന്മയുണ്ടെന്നേ. അതിൻ്റെ അർത്ഥം എല്ലാ മതങ്ങളും നന്മയുടെ പൂർണ്ണതയാണെന്നല്ല. അതേപോലെ തന്നെ മറ്റു മതങ്ങൾക്ക് അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ക്രിസ്തുവിനെ കാണുവാനും വ്യാഖ്യാനിക്കുവാനും വിശ്വസിക്കുവാനും പ്രചരിപ്പിക്കുവാനും അവകാശമുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അതിനെ മാനിക്കണമെന്നാണ് സഭ പറയുന്നത് വത്തിക്കാൻ കൗൺസിൽ പ്രമാണരേഖയിലൂടെ. അല്ല, അത് സത്യത്തിൻ്റെ പൂർണ്ണതയാണെന്ന് സഭ ഒരിടത്തും പഠിപ്പിക്കുന്നില്ല. ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കട്ടെ, അത് സത്യത്തിൻ്റെ പൂർണ്ണതയാണ് സഭ ഒരിക്കലും പഠിപ്പിക്കുന്നില്ല. പൊതുവായ ഉപയോഗത്തിന് സഭ നൽകിയിരിക്കുന്നത് ബൈബിളാണ്. വിശ്വാസികൾക്കും സഭാംഗങ്ങൾക്കും അല്ലാത്തവർക്കും പൊതുവായ ഉപയോഗത്തിന് വ്യാഖ്യാനത്തിന് വിട്ടു നൽകിയിരിക്കുന്ന ബൈബിളാണ്. സഭയുടെ ഔദ്യോഗിക പ്രമാണരേഖകൾ വ്യാഖ്യാനിക്കാൻ സഭയുടെ കൃത്യമായ സംവിധാനങ്ങളുണ്ട് പ്രിയ സഹോദര. സംവാദങ്ങളിലേക്ക് ഇത് വലിച്ചിഴക്കരുത്. അപ്പം അതുകൊണ്ട് എല്ലാ മതങ്ങളിലും നന്മയുള്ളപ്പോൾ ആ നന്മയുടെ പൂർണ്ണതയെ, ആ മതങ്ങളിലുള്ള നന്മയെ കണ്ടെത്തി നന്മയുടെ പൂർണ്ണതയാകുന്ന ക്രിസ്തുവിലേക്ക് അവരെ കൊണ്ടുവരണമെന്നുകൂടി വത്തിക്കാൻ പ്രമാണരേഖകളിലൊക്കെ പറയുന്നുണ്ട്. അത് പറയുകയല്ല, CCC പറയുന്നുണ്ട്. അത് സഹോദരനെ പോലുള്ളവർ കോട്ട് ചെയ്യല. അപ്പം ബിൻ ലാദനിൽ ഒരു നന്മയുണ്ടെങ്കിൽ ആ നന്മയെ പരിപോഷിപ്പിച്ച് ഭീകരവാദിയിൽ നിന്ന് മനുഷ്യസ്നേഹിയായി അദ്ദേഹത്തെ മാറ്റണമെന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലാതെ അദ്ദേഹത്തിനെ അങ്ങനെ തന്നെ അങ്ങ് വിട്ടേരെ എന്നല്ല അതിൻ്റെ അർത്ഥം. ഇനി യേശുവും ഈസായും ഒന്നാണ് എങ്കിൽ ഖുറാൻ 5-ാം അധ്യായത്തിൻ്റെ 17, 5-ാം അധ്യായത്തിൻ്റെ 72, 5-ൻ്റെ 116, 4-ാം അധ്യായത്തിൻ്റെ 156, ഖുറാൻ 9-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യം, ഖുറാൻ 9-ൻ്റെ 30, യേശുവിനെ രക്ഷകനും കർത്താവുമായും ക്രിസ്ത്യാനികൾ സ്വീകരിച്ചിരിക്കുന്നു, അള്ളാഹു അവരെ ശപിച്ചിരിക്കുന്നു. ഖുറാൻ 1-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം, വഴിപിഴച്ചവരുടെയും കോപത്തിനിരയായവരുടെയും മാർഗം. വഴിപിഴച്ചത് എന്നതുകൊണ്ട് ക്രിസ്ത്യാനികളെയും കോപത്തിനിരയായത് എന്നതുകൊണ്ട് യഹൂദരെയുമാണ് ഉദ്ദേശിക്കുന്നത്. ഇത് പറയുമ്പോൾ പറയും മലയാളം ഖുറാനല്ലേ, ഇത് തഫ്സീർ ഇബിൻ ഖദീറാണ്, സൗദി പബ്ലിഷ്ഡാണ്. പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ള വിഷയമാണിത്, അറിയാമോ? തഫ്സീർ ഇബിൻ ഖദീർ, ഇമാം അബു അൽ ഫൈദ ഇസ്മായിൽ ഇബിൻ ഖദീർ, അൽ മുബാറക് പുരി, റിയാദ്, സൗദിയിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്നതാണ്. In comparison, the Jews abandoned practicing the true religion while Christians lost the true knowledge. This is why anger descended upon the Jews while being described as led astray. വഴിപിഴച്ചവരെന്ന് ക്രിസ്ത്യാനികളെയും പഠിപ്പിക്കുന്നു. ഖുറാൻ 1-ാം അധ്യായത്തിൻ്റെ ആധികാരികമായ പ്രമാണരേഖയാണ്, വ്യാഖ്യാനമാണ്. അപ്പം യേശുവിനെ ദൈവമാക്കിയ ക്രിസ്ത്യാനികൾ വഴിപിഴച്ചവരാണ് എന്ന് പഠിപ്പിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് ഒരു വ്യക്തിയെക്കുറിച്ചാകുമ്പോഴും രണ്ട് സത്യങ്ങളുണ്ടാവുക?
അപ്പം യേശുവിനെ ദൈവമാക്കിയവർ വഴിപിഴച്ചവരാണ് എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഖുർആൻ എഴുതപ്പെട്ടിരിക്കുന്നത് എന്ന് ഇവിടെ പഠിപ്പിക്കുകയാണ്. അപ്പം അങ്ങനെ ഉണ്ട് എങ്കിൽ അതാണ് പറഞ്ഞത്, യേശുവും ഈസായും ഒന്നാണ് നിങ്ങൾ വാദിക്കുന്നതെങ്കിൽ ഖുർആൻ എതിരായ വാദമാണ്. അപ്പോൾ യേശുവിനെ ദൈവമാക്കുന്നിടം വരെ അള്ളാഹു എവിടെയായിരുന്നു? സൃഷ്ടാവാണെങ്കിൽ ഇത് അറിയണ്ടേ? ചാക്കോച്ചൻ വഴിപിഴച്ചെങ്കിൽ ചാക്കോച്ചനെ തിരുത്തുവാൻ സ്വാഭാവികമായും ചാക്കോച്ചനെ വേണം തിരുത്താൻ. ചാക്കോച്ചന് തെറ്റുപറ്റിയത് അബ്ബാസിനെയും ഭാസ്കറിനെയും അറിയിക്കുന്നവൻ ദൈവമാണോ? എൻ്റെ ചോദ്യം കത്തിയെന്ന് കരുതുകയാണ്. ചാക്കോച്ചന് തെറ്റുപറ്റി, തൊമ്മച്ചന് തെറ്റുപറ്റി, ഫ്രാൻസിസിന് തെറ്റുപറ്റി. പക്ഷേ അവരുടെ തെറ്റ് ആരോടാ പറയുന്നതെന്നറിയാവോ? അബ്ബാസിനോടും യൂസഫിനോടുമാണ് പറയുന്നത്. എന്നിട്ട് പറയാം അത് ഒറിജിനലാണെന്ന്. ഈ 800 വർഷക്കാലം ചാക്കോച്ചനും തൊമ്മച്ചനും ഫ്രാൻസിസും എല്ലാം ഇത് വിശ്വസിക്കുന്നിടം വരെ നോക്കിയിരുന്നു. എന്നിട്ട് അവരെ അല്ല തിരുത്തുന്നത്. മറിച്ച് മക്കയിൽ ആരും കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്തൊരിടത്ത് ഒരു വ്യക്തിക്ക് കൊടുത്തിട്ട് പറയണം അവർ ചെയ്ത് മുഴുവൻ തെറ്റാണ്, അവർ ശപിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് അവരോട് കപ്പം മേടിക്കുവിൻ, നികുതി മേടിക്കുവിൻ, യേശുവിനെ ദൈവമാക്കുന്നവരോട് നികുതി മേടിക്കുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിക ആധികാരിക പ്രമാണരേഖകൾ ഇറക്കുകയാണ്. നേരെ തിരിച്ചതിന് മറുവശമുണ്ട്. അപ്പം നീ ത്രിത്വം എന്ന വാക്ക് പറയരുത്. ഖുർആൻ 4-ാം അധ്യായത്തിന് 171, 4-156 കുരിശുമരണം നിഷേധിക്കുന്നു. ഇനി ഈസായുടെയും യേശുവിൻ്റെ ജനനം നോക്കുക. ഖുർആനിൽ 19-ാം അധ്യായത്തിൻ്റെ 19 മുതൽ ശ്രീ രാഹുൽ ഈശ്വർ ഒന്ന് വായിക്ക്. അവിടെ പന കുലുക്കുകയാണ് ഗർഭിണിയായ മിറിയാം. ഒരു മലമുകളിൽ പോയി ഒറ്റയ്ക്ക് താമസിക്കുകയാണ് ഒരു കുട്ടി, ഗർഭിണിയായ മിറിയാം. പക്ഷെ ബൈബിളിലെ യേശുക്രിസ്തുവിൻ്റെ മാതാവായിരിക്കുന്ന, യേശുക്രിസ്തുവിൻ്റെ അമ്മയായിരിക്കുന്ന മാതാവ് അങ്ങനെയല്ല. അത് ടോട്ടലി ഡിഫറൻ്റ് ആണ്. രണ്ട് ദേശത്ത് രണ്ട് പ്രത്യേക സാഹചര്യത്തിൽ ജന്മം കൊടുക്കുകയാണെന്നാണ് പറയുന്നത്. പിന്നെ തൊട്ടിലിരുന്ന് സംസാരിച്ചു എന്നൊക്കെ പറയുകയാണ്. ശ്രീ രാഹുൽ ഈശ്വർ, താങ്കൾ മനസ്സിലാക്കണം, ഇന്നത്തെ കാലത്ത് പോലും ആൾ ദൈവങ്ങളെ സൃഷ്ടിക്കുകയാണ്. അന്തരീക്ഷത്തിൽ നിന്ന് ഭസ്മം എടുക്കുന്നവരെ പോലും ആൾ ദൈവമാക്കുകയാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു കുട്ടി തൊട്ടിലിരുന്ന് സംസാരിച്ചാൽ 100% ആ കുട്ടി ആൾ ദൈവമാക്കിയിരിക്കും. അപ്പം ഈ യേശുവിനെക്കുറിച്ച് ഖുർആനിലെ വ്യാഖ്യാനങ്ങളും വിവരണങ്ങളുമെല്ലാം കെട്ടുകഥകളും നാടോടി കഥകളിലും ഒക്കെ ഉണ്ടായിരുന്നവയാണ് എന്ന് വളരെ വ്യക്തമാവുകയാണ്. അപ്പോൾ ഖുർആൻ 9:30 ഒന്നുകൂടി പറയുകയാണ്, യേശുവിനെ അവർ ദൈവമാക്കിയിരിക്കുന്നതുകൊണ്ട് അള്ളാഹു അവരെ ശപിച്ചിരിക്കുന്നു. അപ്പോൾ രണ്ട് വേർഷൻ ഉണ്ടാക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇവിടുത്തെ ചോദ്യം ഫ്രീ വിൽ ആൻഡ് ഫ്രീഡത്തെക്കുറിച്ചല്ല ശ്രീ രാഹുൽ ഈശ്വർ. ദ ക്വസ്റ്റ്യൻ ഈസ് നോട്ട് about ഫ്രീ വിൽ ആൻഡ് ഫ്രീഡം. The question is not about free will and freedom. ബട്ട് ഏതാണ് ഒറിജിനൽ എന്നുള്ളതാണ് ചോദ്യം. രണ്ട് ഒറിജിനൽ ഉണ്ടാവില്ല, രണ്ട് ഗാന്ധിജികളുണ്ടാവില്ല, ഒറ്റ ഗാന്ധിജി ഉണ്ടാവുള്ളൂ. വിവിധങ്ങളാ വിവരണങ്ങളുണ്ടാകാം, അതിന് സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ പ്രശ്നം എന്താ? ക്രിസ്ത്യാനികളെ ശപിക്കുകയാണ്, വഴിപിഴച്ചവരെന്ന് വിളിക്കുകയാണ്. എന്നിട്ട് പറയാം രണ്ടും ഒന്നാണ്. രണ്ടും ഒന്നാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ശപിച്ചവരെന്ന് വിളിക്കുന്നത്? അതുമല്ല, ഞാൻ പറഞ്ഞല്ലോ, തെറ്റ് പറ്റിയവരെ തിരുത്താനാണെങ്കിൽ ആ തെറ്റ് പറ്റിയവരെയല്ല തിരുത്തേണ്ടത്. എൻ്റെ കൊച്ചിന്, എൻ്റെ മകൻ, എൻ്റെ മകളോ ഒക്കെ തെറ്റ് പറ്റിയാൽ അയലൊക്കത്തെ കൊച്ചിൻ്റെ അടുത്ത് പോയി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇത്രയും ഇല്ലോജിക്കലായ ഒരു പ്രമാണരേഖയിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവർ സംവാദത്തിന് വരികയില്ല. ഇസ്ലാമിക പക്ഷത്തുനിന്നുള്ള സംവാദത്തിന് വരാൻ പറ്റില്ല. കാരണം ഇത് കേൾക്കുന്ന മൂന്നാമൻ, സ്വതന്ത്രമായി ചിന്തിക്കുന്ന വ്യക്തികൾക്കറിയാം രണ്ട് സത്യം ഉണ്ടാവില്ല, ഒരു സത്യമേ ഉണ്ടാവുകയുള്ളൂ. ചരിത്രപുരുഷനായിരിക്കുന്ന ക്രിസ്തുവിനെക്കുറിച്ച് കൃത്യം വിപരീതമാണ്. ഒന്ന് മനുഷ്യനും ഒന്ന് ദൈവമാണ്. ഇനി ഖുറാനിലേക്ക് നോക്കിക്കോ. 2000 വർഷം കഴിഞ്ഞ് ഖുറാനിലെ ഈസ അൽ മസിഹ് ഇതേവരെ മരിച്ചിട്ടില്ല. എന്നിട്ട് പറയാണ് ഒരു മനുഷ്യൻ മാത്രമാണെന്ന്. ഈ വൈരുദ്ധ്യമൊന്നും ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല. ശ്രീ രാഹുൽ ഈശ്വരനെ ചിന്തിക്കാൻ പറ്റുമോ? എന്നിട്ട് പറയാണ് പരിശുദ്ധമായ ഖുറാനിൽ പറയുന്നു എന്ന് പറയുകയാണ്. അതായത് 2000 വർഷമായിട്ടും ഖുറാനിലെ ഈസ എന്ന് പറയുന്ന മനുഷ്യനാണെന്നാണ് നിങ്ങൾ പറയുന്നത്. ആ മനുഷ്യൻ 2000 വർഷമായിട്ട് മരിച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം 2000 വർഷമായി ജീവിച്ചിരിക്കുന്ന മനുഷ്യനല്ലേ? അതെന്താ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റാത്തത്? അപ്പോൾ ഈ 2000 വർഷമായിട്ട് മരിക്കാത്തവൻ അങ്ങനെ മനുഷ്യനാവുമെന്ന് പോലും ചിന്തിക്കാൻ സാധിക്കുന്നില്ല ഇസ്ലാമിക പക്ഷത്തുനിന്നുള്ള എം അക്ബറിന് മുഹമ്മദ് ഈസയ്ക്ക് ഒന്നും. എന്നിട്ടും ആ ഗ്രന്ഥത്തിൻ്റെ പൊള്ളത്തരം ഇവർക്ക് മനസ്സിലാകുന്നില്ല, മതത്തിൻ്റെ പൊള്ളത്തരം മനസ്സിലാകുന്നില്ല. പിന്നെ സംവദിക്കുന്നത് കൊണ്ട് എന്തർത്ഥമാണുള്ളത്? പിന്നെ സംവദിക്കുന്നത് കൊണ്ട് സംവാദങ്ങൾ, ചർച്ചകൾക്ക് എന്തർത്ഥമാണുള്ളത്? ഒരർത്ഥവുമില്ല എന്നുള്ളതാണ്. ഇനി ഇതേ വിഷയത്തെ ബൈബിൾ എങ്ങനെ കാണുന്നു നോക്കിക്കോ. 2 പത്രോസ് 2-ാം അധ്യായം. ഇസ്രായേൽ ജനങ്ങൾക്കിടയിൽ വ്യാജ പ്രവാചകരുണ്ടായിരുന്നു, അതുപോലെ തങ്ങളുടെ മേൽ ശീഘ്രനാശം വരുത്തി വയ്ക്കുന്ന വ്യാജോപദേഷ്ടാക്കൾ നിങ്ങളുടെ ഇടയിലും ഉണ്ടാകും. പത്രോസ് ശ്ലീഹായുടെ പ്രബോധനമാണ്.
അവർ വിനാശകരമായ അഭിപ്രായങ്ങൾ രഹസ്യത്തിൽ പഠിപ്പിക്കുകയും തങ്ങളെ വില കൊടുത്ത് വാങ്ങിയ നാഥനെ പോലും നിഷേധിക്കുകയും ചെയ്യും. ഉണ്ടോ? പലരും അവരുടെ ദുഷിച്ച മാർഗത്തെ അനുഗമിക്കും. അങ്ങനെ അവർ മൂലം സത്യമാർഗം നിന്ദിക്കപ്പെടും. സ്നേഹമാർഗം, ക്രിസ്തു നൽകിയത് സ്നേഹപ്രമാണമാണ്, അത് നിന്ദിക്കപ്പെടും. അത് രണ്ട് രീതിയിലുണ്ട്. ഒന്ന് ക്രൈസ്തവ പക്ഷത്തു നിന്നും ഇത് വരും, ക്രിസ്തുവിനെ നിഷേധിക്കുന്ന മറുവശത്തു നിന്നും ഇത് വരും. ക്രിസ്തു ദൈവമല്ല, കർത്താവല്ല, രക്ഷകനല്ല എന്ന് പഠിപ്പിക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളും ക്രിസ്തുവിനെ വെറും കാര്യസാധ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ക്രിസ്ത്യാനികളെയും ഒന്നുപോലെ ഇവിടെ പത്രോസ്ലീഹ വിമർശിക്കുകയാണ്, തുറന്നു കാണിക്കുകയാണ്. നിങ്ങൾ സൂക്ഷിക്കണം. വ്യാജോപദേഷ്ടാക്കൾ, നമ്മളെ വില കൊടുത്ത് വാങ്ങിയ നാഥനെ, ക്രിസ്തുവിനെ നിഷേധിക്കുന്ന വ്യാജോപദേഷ്ടാക്കൾ ഉണ്ടാകും. അന്നുമുണ്ട്, ഇന്നുമുണ്ട്, ഇനിയും ഉണ്ടാകും. അത് ക്രിസ്ത്യാനികൾക്കുള്ളിൽ നിന്നും വരും, പുറത്തു നിന്നും വരും. അപ്പോൾ ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്നവരെ ഖുർആൻ 9:30 ശപിച്ചിരിക്കുന്നു. അപ്പോൾ എത്ര ആധികാരികമായിട്ടാണ് ഈ പ്രവചനം പൂർത്തിയായിരിക്കുന്നത്. അതുപോലെ തന്നെ രോഗശാന്തിക്ക് വേണ്ടി മാത്രം, രോഗശാന്തി കിട്ടിയാലെന്നല്ല, രോഗശാന്തിക്ക് വേണ്ടി മാത്രം, വിസയ്ക്ക് വേണ്ടി മാത്രം, അനുഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രം, മെറ്റീരിയലിസ്റ്റിക്കായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ക്രിസ്തുവിനെ ഉപയോഗിക്കുന്നവരും ഈ ലിസ്റ്റിൽ പെടുകയാണ്. ഇത് 2000 വർഷങ്ങൾക്ക് മുമ്പ് പത്രോസ്ലീഹ എഴുതി വെച്ചിരിക്കുകയാണ്. ഇനി ഇതേ കാര്യം യോഹന്നാൻ അപ്പോസ്തലൻ പഠിപ്പിക്കുന്നത് കേട്ടു. കുഞ്ഞുങ്ങളെ, ഇത് അവസാന മണിക്കൂറാണ്, അന്ത്യക്രിസ്തു വരുന്നുവെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. 2-ാം അധ്യായത്തിൻ്റെ 18 മുതലാണ് വായിക്കുന്നത്. 1 യോഹന്നാൻ 2-ാം അധ്യായം 18 മുതൽ. ഇപ്പോൾ തന്നെ അനേകം വ്യാജ ക്രിസ്തുമാർ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് ഈസാ അൽ മസീഹ്. അനേകം വ്യാജ ക്രിസ്തുമാരുണ്ട്, അതിൽപ്പെട്ട ഒന്നാണ്. വ്യാജമാണ്, ഒതൻറ്റിക് അല്ല, ഡ്യൂപ്ലിക്കേറ്റാണ്. ഇത് അവസാന മണിക്കൂറാണ്, നിങ്ങൾക്കറിയാമല്ലോ. യേശുവാണ് എന്നത് നിഷേധിക്കുന്നവനല്ലാതെ മറ്റാരാണ് കള്ളം പറയുന്നവൻ? അള്ളാഹു ഖുർആനിലൂടെ ക്രിസ്ത്യാനികളെ ശപിക്കുമ്പോൾ ഇത്തരമൊരു കാര്യത്തെക്കുറിച്ച് മുന്നറിയിപ്പുണ്ട്. അത് ഖുർആന് മാത്രമായിട്ട് ഇസ്ലാമിലേക്ക് ബാധകമാണെന്നല്ല ഞാൻ പറയുന്നത്, മറിച്ച് ക്രൈസ്തവ പക്ഷത്തിനും അതെ. യേശുവാണ് ക്രിസ്തുവെന്ന് നിഷേധിക്കുന്നവനല്ലാതെ മറ്റാരാണ് കള്ളം പറയുന്നവൻ? 2:22. പിതാവിനെയും പുത്രനെയും നിഷേധിക്കുന്നവൻ ആരോ അവനാണ് ആൻറ്റിക്രൈസ്റ്റ്. പുത്രനെ നിഷേധിക്കുന്നവന് പിതാവുമില്ല, പുത്രനെ ഏറ്റുപറയുന്നവന് പിതാവുണ്ടായിരിക്കും. ഇത്ര ക്ലിയറായിട്ടാണ് കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. ഇനി 1 യോഹന്നാൻ 4-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ തിരുവചനം. ദൈവത്തിൻ്റെ ആത്മാവിനെ നിങ്ങൾക്കിങ്ങനെ തിരിച്ചറിയാം, യേശു ക്രിസ്തു ശരീരം ധരിച്ചു വന്നു എന്ന് ഏറ്റുപറയുന്ന ആത്മാവ് ദൈവത്തിൽ നിന്നാണ്. കണ്ടോ? ഇത്ര കൃത്യമാണ് ആൻറ്റി ക്രൈസ്റ്റിനെ കുറിച്ചുള്ള പ്രവചനം. അത് അന്നുമുണ്ട് ആൻറ്റി ക്രിസ്തുമാർ, ഇന്നുമുണ്ട്, ഇനിയും ഉണ്ടാകും. ഇതൊരു വ്യക്തി മാത്രമാണെന്നല്ല ഞാൻ പറയുന്നത്. യേശു ക്രിസ്തു ശരീരം ധരിച്ചു വന്നു എന്ന് ഏറ്റുപറയുന്ന ആത്മാവ് ദൈവത്തിൽ നിന്നാണ്. യേശുവിനെ ഏറ്റുപറയാത്ത ആത്മാവ് ദൈവത്തിൽ നിന്നല്ല. വരാനിരിക്കുന്നുവെന്ന് നിങ്ങൾ കേട്ടിട്ടുള്ള അന്തിക്രിസ്തുവിൻ്റെ ആത്മാവാണ്, ആൻറ്റി ക്രൈസ്റ്റിൻ്റെ ആത്മാവാണ്. അത് വിവിധ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. കുഞ്ഞുമക്കളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാണ്. നിങ്ങൾ വ്യാജ പ്രവാചകന്മാരെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. അവർ ലോകത്തിൻ്റേതാണ്, അതുകൊണ്ട് അവർ പറയുന്നത് ലൗകികമാണ്. നോക്കുക, ഇത്ര കൃത്യമാണ്. അവർ ലോകത്തിൻ്റേതാണ്, അതുകൊണ്ട് അവർ പറയുന്നത് ലൗകികമാണ്. കൊല്ലുകയും കൊല്ലപ്പെടുകയും ചെയ്യണം, നാട് വിട്ടു പോകണം. എന്നാൽ ഇവിടെ എന്താ പറയുന്നത്? രക്തസാക്ഷിത്വം വരിക്കേണ്ടി വന്നാലും ആരെയും കൊല്ലരുത്. ഉണ്ടോ? ലൗകികമായിട്ട് അപ്പുറത്ത് പഠിപ്പിക്കുകയാണ്. പൊളിറ്റിക്കൽ ഇസ്ലാം നമുക്ക് കാണാൻ പറ്റും. നാട് വിടുക, കൊല്ലുക, കൊല്ലപ്പെടുക, ഈ വക കാര്യങ്ങൾ. പക്ഷെ ഇവിടെയോ യേശു ക്രിസ്തു തന്നെ ബലിയർപ്പിച്ചത് വഴി, ബലിയായി നൽകിയത് വഴി നാമും സഹോദരർക്ക് വേണ്ടി ബലിയാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പൗലോസ് യോഹന്നാൻ അപ്പോസ്തലൻ പഠിപ്പിക്കുന്നത്. വ്യത്യാസം കണ്ടോ? അവർ ലോകത്തിൻ്റെതാണ്, അതുകൊണ്ട് അവർ പറയുന്നത് ലൗകികമാണ്. വിവാഹത്തെക്കുറിച്ച്, സ്വത്തിനെക്കുറിച്ച്, അടിമകളെക്കുറിച്ച്, അടിമ സ്ത്രീകളെക്കുറിച്ച്, സമ്പത്ത് കൈയടക്കുന്നതിനെക്കുറിച്ച്, ബാബിലോൺ കീഴടക്കുന്നതിനെക്കുറിച്ച്, ഈജിപ്ത് കീഴടക്കുന്നതിനെക്കുറിച്ചാണ് പഠിപ്പിച്ചത്. അത് അബൂബക്കർ അടക്കമുള്ള ഖലീഫുമാരിൽ നിന്ന് തുടങ്ങി. ജെറുസലേം കീഴടക്കി, കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കി, അങ്ങനെ ലൗകികമായ കാര്യങ്ങളിലേക്ക് പഠിപ്പിക്കുകയാണ്. വരാനിരിക്കുന്നിടത്തോ കുർലയങ്ങളും തീറ്റയും കുടിയുമൊക്കെയാണ്. ഇനി 2 യോഹന്നാൻ്റെ ലേഖനം, യോഹന്നാൻ ശ്ലീഹായുടെ ലേഖനം, 2-ാമത്തെ ലേഖനം, 7-ാമത്തെ തിരുവചനം. വളരെയധികം വഞ്ചകർ ലോകത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. യേശു ക്രിസ്തു മനുഷ്യ ശരീരം ധരിച്ചു വന്നു എന്ന് സമ്മതിക്കാത്തവരാണിവർ. ഇങ്ങനെയുള്ളവനാണ് വഞ്ചകനും അന്ത്യക്രിസ്തുവും.
ഇങ്ങനെയുള്ളവനാണ് വഞ്ചകനും എതിർ ക്രിസ്തുവും. ക്രിസ്തുവിൻ്റെ പ്രബോധനത്തിൽ നിലനിൽക്കാതെ അതിനെ അതിലംഘിച്ച് മുന്നോട്ട് പോകുന്ന ഒരുവന് ദൈവമില്ല. എന്താണ് ക്രിസ്തുവിൻ്റെ പ്രബോധനം? നമ്മളെല്ലാം ഒരേ സൃഷ്ടാവിൻ്റെ മക്കളാണ്, പരസ്പരം സ്നേഹിക്കണം എന്നുള്ളതാണ്. ആദ്യം പ്രമാണം നൽകി, മോശയുടെ പ്രമാണം നൽകി ഒരുക്കി, അതിനുശേഷം സ്നേഹപ്രമാണം നൽകി. പ്രസ്തുത പ്രബോധനവുമായിട്ടല്ലാതെ ആരെങ്കിലും നിങ്ങളെ സമീപിച്ചാൽ അവനെ വീട്ടിൽ സ്വീകരിക്കുകയോ അഭിവാദനം ചെയ്യുകയോ അരുത്. എന്തെന്നാൽ അവനെ അഭിവാദനം ചെയ്യുന്നവൻ അവൻ്റെ ദുഷ്പ്രവർത്തികളിൽ പങ്കുചേരുകയാണ്. അപ്പോൾ നോക്കുക, രണ്ട് വിരുദ്ധ ധ്രുവങ്ങളിൽ സഞ്ചരിക്കുന്ന രണ്ട് പ്രമാണങ്ങളാണിത്. എല്ലാ മനുഷ്യരെയും ദൈവത്തിൻ്റെ മക്കളായി കാണുകയാണ് ക്രിസ്തു ചെയ്യുന്നത്. ആരെയും ശപിക്കുന്നില്ല. അതുകൊണ്ടാണ് അവർക്കും അങ്ങനെ വിശ്വസിക്കാനും പ്രചരിപ്പിക്കാനും സ്വാതന്ത്ര്യമുണ്ട് എന്ന് സഭ പഠിപ്പിക്കുന്നത്. ഇറ്റ് ഇസ് ദെയർ ഫ്രീഡം. കാരണം ക്രിസ്തുവിനെ അറിയുന്ന ഒരു വ്യക്തി മനസ്സിലാക്കുന്ന അടിസ്ഥാന കാര്യം എന്താണെന്നറിയാമോ? ദൈവം മനുഷ്യന് ഫ്രീ വില്ലും ഫ്രീഡവും നൽകിയിട്ടുണ്ട്. ഫ്രീ വില്ല് നൽകിയിട്ടുണ്ട്, സ്വാതന്ത്ര്യവും സ്വതന്ത്ര ഇച്ഛയുമുണ്ട്. അതിന് ദൈവം മാനിക്കുകയാണ്. അപ്പോൾ ദൈവം മാനിക്കുന്നതിനെ ക്രിസ്തുവിലെത്തി നിൽക്കുന്ന വ്യക്തിയും മാനിച്ചേ മതിയാവുകയുള്ളൂ. അതാണ് ഇതിൻ്റെ വസ്തുത. അതാണ് ഇവിടെ മാർപ്പാപ്പമാർ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിനെ തെറ്റിദ്ധരിപ്പിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. രണ്ടാമത് ഇവിടുത്തെ കാര്യം ചരിത്രത്തിലെ ഒരേ വ്യക്തിയെക്കുറിച്ചാണോ എന്നുള്ളതല്ല ചോദ്യം. ഒരേ വ്യക്തിയെക്കുറിച്ച് പറയുന്നില്ല, ഏതാണ് ശരി എന്നുള്ളതാണ് ചോദ്യം. ഒരു വ്യക്തിയെക്കുറിച്ച് രണ്ട് സത്യങ്ങളുണ്ടാവുകയില്ല, വിരുദ്ധ സ്വഭാവങ്ങളുള്ള രണ്ട് സത്യങ്ങളുണ്ടാവുകയില്ല. ഇന്നും മരിക്കാതിരിക്കുന്ന ക്രിസ്ത്യാനികളുടെ വാദമാണ് ശരി. മനുഷ്യനായിട്ട് ഇന്നും മരിക്കാതിരിക്കുന്നവനായ ഈസാ അൽ മസീഹ് എങ്ങനെയാണ് ഒറിജിനലാവുക? 2000 വർഷമായി മരിക്കാതിരിക്കുന്ന ഒരുവൻ ഇസ്ലാമിക പ്രമാണരേഖയ്ക്ക് എന്ത് ആധികാരികതയാണുള്ളത്? അതുകൊണ്ട് കാര്യങ്ങളെ അതിൻ്റെ കൃത്യമായ അർത്ഥത്തിൽ മനസ്സിലാക്കി ഇത്തരം സംവാദങ്ങളിലേക്ക് പോകുമ്പോൾ പ്രമാണരേഖകളുടെ രണ്ട് ഇസ്ലാം മതത്തിൻ്റെയും ക്രിസ്തു ദർശനത്തിൻ്റെയും അടിസ്ഥാന പ്രമാണരേഖകളിൽ നിന്നുകൊണ്ട് വേണം ഇത്തരം സംവാദങ്ങൾ നടത്താനെന്ന് എൻ്റെ പ്രിയ സഹോദരൻ ശ്രീ രാഹുലീശൻ ഓർമ്മിപ്പിക്കുകയാണ്. അത്തരമൊരു സംവാദത്തിന് ഇസ്ലാമിക പക്ഷത്തുള്ളവർ മുതിരുകയില്ല. കാരണം നിലനിൽക്കുകയില്ല, സ്വതന്ത്രമായി ചിന്തിക്കുന്നവരുടെ മുമ്പിൽ നിലനിൽക്കുകയില്ല. സിമ്പിൾ ചോദ്യമുയരും. ക്രിസ്ത്യാനികൾ ഗ്രീക്കിൽ, ലാറ്റിനിൽ, ഹീബ്രുവിൽ 3 ഭാഷകളിലേക്ക് ബൈബിൾ തർജ്ജമ ചെയ്യപ്പെട്ട് അനേകർ ക്രിസ്തുവിലേക്ക് വരുന്നിടം വരെ നീ എവിടെയായിരുന്നു, നിങ്ങൾ എവിടെയായിരുന്നു എന്നുള്ള ചോദ്യം ഹീബ്രു, ലാറ്റിൻ, ഗ്രീക്ക് 3 ഭാഷകളിലേക്ക് ബൈബിൾ വിവർത്തനം ചെയ്യപ്പെട്ട് എഴുതപ്പെടുകയും വിവർത്തനം ചെയ്യപ്പെടുകയും ചെയ്ത് അനേകർ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മക്കൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നിടം വരെ നോക്കിയിരുന്ന ഒരുവൻ ഒരു സുപ്രഭാതത്തിൽ പറയുകയാണ്, യേശുവിനെ ദൈവമാക്കിയവർ ശപിക്കപ്പെട്ടവരാണ്. ഇത്തരം ഒരു ഗ്രന്ഥത്തിന് ആധികാരികതയില്ല എന്ന് ചിന്തിക്കാൻ പോലും ആവാത്ത വിധം എം അക്ബറിനെ പോലെയുള്ളവർ ബുദ്ധി കെട്ടപ്പെട്ടു പോയി എന്നുള്ളതാണ്. ആ പ്രമാണത്തിൽ തന്നെയുള്ള വൈരുദ്ധ്യം മതി, അത് ആധികാരികമല്ലെന്ന് മനസ്സിലാക്കി.